UPSC Civil Service Preparation ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജ് ആണ് മെയിൻസ് സ്റ്റേജ്. മെയിൻ സ്റ്റേജിൽ നിങ്ങൾ നേടുന്ന സ്കോർ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് UPSC Civil Service കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ഓഫ് എക്സാമിനേഷൻ ആണ്. അതായത് ആൻസർ റൈറ്റിംഗ് സ്കിൽസ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഫേസ് ആണ്. ആൻസർ റൈറ്റിംഗ് ഇസ് ആൻ ആർട്ട്. അതൊരു ആർട്ടാണ്. ഒരു ആൻസർ നമുക്ക് പല രീതിയിലും പല മെത്തേഡ്സിലും എഴുതാൻ സാധിക്കും. പക്ഷെ ഏതൊരു ആൻസർ എഴുതുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള കണ്ടന്റ്, നമ്മുടെ ഉള്ളിലുള്ള ഇൻഫർമേഷൻ അത് കൃത്യമായിട്ട് ഇവാലുവേറ്ററിന് മനസ്സിലാവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഒരു പ്രോപ്പർ ആൻസർ എഴുതാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, അണ്ടർസ്റ്റാൻഡ് ദി കോണ്ടെക്സ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻ. അതർവൈസ് അണ്ടർസ്റ്റാൻഡ് ദി ഡിമാൻഡ് ഓഫ് ദി ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് എന്താണ്, ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് എന്നത് ക്ലിയർ കട്ട് ആയിട്ടൊരു ഐഡിയ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, ഡിസ്കസ് ദി സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ യൂത്ത് ഇൻ ഇന്ത്യ. ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഗ്ലോബലൈസേഷൻ എന്നൊരു കീവേഡിനെ കുറിച്ചാണ്. പക്ഷേ അതിനകത്തുള്ള കോണ്ടെക്സ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് ആസ്കിംഗ് അബൌട്ട് ദി സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ യൂത്ത്. യൂത്തിനിടയിലുള്ള ഗ്ലോബലൈസേഷനെ കുറിച്ച്, എസ്പെഷ്യലി സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ എഴുതുമ്പോഴും ഈ ഒരു ചോദ്യത്തിനെ അല്ലെങ്കിൽ ഈ ഒരു കോണ്ടെക്സ്റ്റ് അഡ്രസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ആൻസർ. ദ സെക്കൻഡ് വൺ ഇസ് അണ്ടർസ്റ്റാൻഡ് ദ ഡയറക്റ്റീവ്സ് യൂസ്ഡ്. ഡയറക്റ്റീവ്സ് ഇസ് നത്തിങ് ബട്ട് ഡയറക്ഷൻസ്. UPSC പല രീതിയിലുള്ള ഡയറക്റ്റീവ്സ് നമ്മുടെ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്ത് കാണാറുണ്ട്. ഓരോ ഡയറക്റ്റീവ്സിനും ഓരോ അർത്ഥങ്ങളുണ്ട്. ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ആ ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത്, ഹൗ ഷുഡ് വി റൈറ്റ് ആൻ ആൻസർ, അതാണ് ഈ ഡയറക്റ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ള ക്ലിയർ ആയിട്ടുണ്ട്. അതിനോടൊപ്പം എങ്ങനെ ആ ഉത്തരം എഴുതണം എന്നുള്ളത് ആ വേ, അത് ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഡയറക്റ്റീവ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ചോദ്യം എടുത്താൽ തന്നെ ഡിസ്കസ് ദ സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ യൂത്ത് ഇൻ ഇന്ത്യ. ഇതാണ് ചോദ്യം. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡയറക്റ്റീവ് ഇസ് ഡിസ്കസ്. ഡിസ്കസ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഡിസ്കഷൻ ഓറിയന്റഡ് ആണ്. സോ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പോസിറ്റീവ് ആസ്പെക്റ്റിലും ഉത്തരം എഴുതാം, നെഗറ്റീവ് ആസ്പെക്റ്റിലും ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കും. അതൊരു കൈൻഡ് ഓഫ് ഡിസ്കഷൻ, ഒരു കൈൻഡ് ഓഫ് റിട്ടൺ ഡിബേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം എഴുതുക. അതാണ് ഈ ഡിസ്കസ് എന്ന് പറയുന്ന ഡയറക്റ്റീവ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ. ഇതുപോലെ ഒരുപാട് ഡയറക്റ്റീവ്സ് വേറെയും ഉണ്ട്. ലൈക്ക് ഡിസ്ക്രൈബ്, എക്സാമിൻ, കമന്റ്, അനലൈസ്, ക്രിട്ടിക്കലി അനലൈസ്. ഓരോന്നിനും ഓരോരോ അർത്ഥങ്ങളും ഓരോരോ മെത്തേഡ് ഓഫ് റൈറ്റിംഗും ഉണ്ട്. ആൻഡ് ദ തേർഡ് സ്റ്റേജ് ഇസ് സ്ട്രക്ചറൈസിങ് യുവർ ആൻസർ. ഒരു ആൻസർ റൈറ്റിംഗിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടൊരു പോയിന്റ് ആണ് അതിന്റെ പ്രോപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഒരു ആൻസർ പല രീതിയിലും എഴുതാമെന്ന് പറഞ്ഞായിരുന്നു. ഏതൊരു ആൻസർ ഏത് രീതിയിൽ എഴുതിയാലും ശരി, അതിനൊരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടാവണം. ഒരു പ്രോപ്പർ ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ഒരു ബോഡി പാർട്ട് വേണം, ഒരു കൺക്ലൂഷൻ വേണം, ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും അതിനോടൊപ്പം കണ്ടന്റ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോപ്പർ ആൻസർ ആകത്തുള്ളൂ. കമ്മിങ് ടു ദി ഇൻട്രൊഡക്ഷൻ പാർട്ട്. എന്താണ് ഇൻട്രൊഡക്ഷൻ? പേര് പോലെ തന്നെ ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസിങ് ദ സബ്ജക്ട്. എന്തിനെ കുറിച്ചാണോ എഴുതേണ്ടത്, എന്താണോ ഒരു മേജർ കീവേഡ്, അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ മാക്സിമം ഒരു 2 to 3 സെന്റൻസിനുള്ളിൽ ഒരുപാട് ബൾക്കിയർ ആകാതെ നമ്മൾ ആ സബ്ജക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതാണ് ഇൻട്രൊഡക്ഷൻ പാർട്ട്. നമുക്ക് ഒരുപാട് രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് എഴുതാൻ സാധിക്കും. ഒന്നില്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്സ് കോട്ട് ചെയ്ത് എഴുതാം, അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ കേസ് കോട്ട് ചെയ്ത് എഴുതാം, കറണ്ട് ഇവന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോട്ട് ചെയ്യാം, റിപ്പോർട്ടുകൾ കോട്ട് ചെയ്യാം. അതർവൈസ് നമുക്ക് വേണമെങ്കിൽ ഒരു ഡെഫിനിഷൻ ഓറിയന്റഡ് ആയിട്ട് വേണമെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. സോ അതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ചോദിച്ചിരിക്കുന്ന രീതിയിലും ചോദിച്ചിരിക്കുന്ന പേപ്പറുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ തരത്തിൽ പല രീതിയിലും നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്നത്. കമ്മിങ് ടു ദി ബോഡി പാർട്ട്. ബോഡി പാർട്ടാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടൊരു പാർട്ട്. കാരണം നമ്മൾ ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്ന കണ്ടന്റും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനും എല്ലാം നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ബോഡി പാർട്ടിലായിരിക്കും. ബോഡി പാർട്ടും പല രീതിയിൽ എഴുതാം. അവിടെ നമുക്ക് ബുള്ളറ്റ് പോയിന്റ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് സ്റ്റൈലിൽ എഴുതാം. ഇനി അതല്ല, രണ്ടും ചേർത്ത് എഴുതാം. ബുള്ളറ്റ്സും പാരഗ്രാഫ് രണ്ടും ബ്ലെൻഡ് ചെയ്തും വേണമെങ്കിലും ആൻസർ എഴുതാനായിട്ട് സാധിക്കും. എങ്ങനെ എഴുതിയാലും ശരി, ടു ദ പോയിന്റ് ആയിരിക്കണം ആ ബോഡി പാർട്ടിലെ കണ്ടന്റ് ഉൾപ്പെടുത്തേണ്ടത്. കാരണം നമ്മൾ ഓൾറെഡി തന്നെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും, അത്യാവശ്യം ഇൻഫർമേഷനും അറിവും നമ്മുടെ ഉള്ളിലുണ്ടാവും. ഈ നേടിയിട്ടുള്ള അറിവ് മുഴുവനായിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതല്ല ഒരു ആൻസർ റൈറ്റിംഗിൽ അത്യാവശ്യം. എന്താണോ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് അത് മാത്രം നിങ്ങൾ അഡ്രസ്സ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ
ഒരു പ്രോപ്പർ വേർഡ് ലിമിറ്റ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓരോ ക്വസ്റ്റ്യൻസിനും. ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻസിനാണെങ്കിലും ഒരു 15 മാർക്ക് ക്വസ്റ്റ്യൻസിനാണെങ്കിലും ഇത്ര വേർഡ് ലിമിറ്റ് ആണെന്ന് ഓൾറെഡി UPSC പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ ആ വേർഡ് ലിമിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഈ കണ്ടന്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. സോ ഒരുപാട് ബൾക്കിയർ ആകാതെ അത്യാവശ്യം വേണ്ട കണ്ടന്റുകൾ മാത്രം ബോഡി പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. വേണമെങ്കിൽ ചില സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഗ്രാഫുകളോ ഫ്ലോ ചാർട്ട്സോ ബ്ലോക്ക് ഡയഗ്രാംസോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് യൂസ് ചെയ്യാം. സോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതൊരു അഡ്വാൻറ്റേജ് കൂടിയാണ്. കാരണം നിങ്ങൾക്ക് വേർഡ് ലിമിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. പല കോൺസെപ്റ്റുകളും ബ്ലോക്ക് ഡയഗ്രാംസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പ്രോപ്പർ പ്രസന്റേഷൻ സ്കിൽ നമുക്ക് ബോഡി പാർട്ടിൽ അത്യാവശ്യമാണ്. ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ കൺക്ലൂഷൻ അല്ലെങ്കിൽ വേ ഫോർവേഡ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് എത്തുന്നു. ഈ വേ ഫോർവേഡ് സെക്ഷൻ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിലും എല്ലാ ആൻസേഴ്സിലും ഇൻക്ലൂഡ് ചെയ്യണം നിർബന്ധമില്ല. ചില ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വേ ഫോർവേഡ് എന്നൊരു സെക്ഷൻ യൂസ് ചെയ്യാം. ഈ വേ ഫോർവേഡ് സെക്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളൊരു സൊല്യൂഷനാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നതും പ്രാക്ടിക്കലുമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊരു സ്പെസിഫിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ജനറലൈസ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് സ്പെസിഫിക് ആയിട്ട് ചെയ്യുവാണെങ്കിൽ അത് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയിരിക്കും. ആൻഡ് ദി ലാസ്റ്റ് സ്റ്റേജ് ഇസ് എ കൺക്ലൂഷൻ പാർട്ട്. കൺക്ലൂഷൻ വേർഡ് പോലെ തന്നെ ഇറ്റ് ഇസ് എ കൺക്ലൂഡിംഗ് പാർട്ട്. ഒരു ആൻസറിന്റെ ഏറ്റവും ദി എൻഡ് ആണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സോ ഒരു റാപ്പിംഗ് അപ്പ് ഓഫ് ആൻസർ ആണ് സത്യം പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇഷ്യൂസ് കോട്ട് ചെയ്തുകൊണ്ടോ കൺക്ലൂഷൻ എഴുതാൻ സാധിക്കില്ല. നമ്മൾ ആൻസറിന്റെ ഒരു അവസാനത്തെ ഒരു സമ്മറൈസ്ഡ് അല്ലെങ്കിൽ ഒരു റാപ്പിംഗ് അപ്പ് ഓഫ് ആൻസർ ആയിട്ടായിരിക്കണം കൺക്ലൂഷൻ കണക്കാക്കേണ്ടത്. സോ ഒരു 2 to 3 മാക്സിമം ഒരു 2 to 3 സെന്റൻസിനുള്ളിൽ തന്നെ കൺക്ലൂഷനും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. സോ അങ്ങനെ ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട്, കൺക്ലൂഷൻ, ഈ 3 ഏരിയാസ് കവർ ചെയ്യുമ്പോഴാണ് ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഒരു ആൻസറിന് ഉണ്ടാകുന്നത്. സോ ഒരു പ്രോപ്പർ ആൻസർ എഴുതുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. രണ്ടാമത്തത് ഡയറക്റ്റീവ്സ് എന്താണെന്ന് ക്ലിയർ ആവണം. മൂന്നാമത്തത് ഒരു പ്രോപ്പർ സ്ട്രക്ചർ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. സോ നമ്മൾ എക്സാം ഹാളിൽ, മെയിൻസ് എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു ആൻസർ എഴുതുന്നതിന് മുൻപ് തന്നെ അത് പ്രോപ്പറായിട്ട് മൈൻഡിൽ സ്ട്രക്ചറൈസ് ചെയ്യണം. നമ്മൾ എന്താണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് മാത്രം എഴുതി തുടങ്ങും. കാരണം ചില സമയങ്ങളിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷനൊക്കെ എഴുതിയതിനു ശേഷമായിരിക്കും ചിന്തിക്കുക നമുക്ക് അവിടെ എക്സ്ട്രാ ഒരു പോയിന്റ് ആഡ് ചെയ്യാമായിരുന്നു എന്നൊരു ചിലപ്പോൾ ഐഡിയാസ് വരുന്നത് അതിന് ശേഷമായിരിക്കും. സോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ബേസിക് ഐഡിയ, ഒരു ബേസിക് സ്ട്രക്ചർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ്. നമ്മൾ എഴുതുന്ന രീതി ഒരു പ്രസന്റേഷൻ സ്കില്ലിന്റെ ഒരു ഭാഗമായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് ഹാൻഡ് റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറയുന്നത്. വളരെ ലെജിബിൾ ആയിട്ട് ഇവാലുവേറ്ററിന് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലെജിബിൾ ആയിട്ട് തന്നെ ആൻസേഴ്സ് എഴുതാൻ ശ്രമിക്കുക. അലൈൻമെന്റ് വളരെയധികം ശ്രദ്ധിക്കുക. ഒരു ആൻസർ എഴുതുന്ന സമയത്ത് കോർണർ ടു കോർണർ പോവാതെ പ്രോപ്പർ അലൈൻമെന്റിൽ ഒരു പ്രോപ്പർ സ്പേസിങ്ങോട് കൂടി പ്രോപ്പർ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെയിൻസ് സ്റ്റേജ് നിങ്ങൾ സക്സീഡ് ചെയ്യും എന്നത് 100% ഷുവർ ആണ്. സോ ഇതുപോലെ മെയിൻസ് ആൻസർ റൈറ്റിംഗിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന പല വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. For the time being, signing off. Thank you.